ക്യാമറ മോഡുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ മോഡ് ഡയലിൽ പരിശോധിച്ചപ്പോൾ നിങ്ങൾക്ക് മാനുവൽ, ഷട്ടർ പ്രയോറിറ്റി, അപ്പർച്ചർ പ്രയോറിറ്റി, പ്രോഗ്രാം മോഡ് എന്നിങ്ങനെയുള്ള 4 മോഡുകളാണ് കിട്ടിയത്. പക്ഷേ അതിനേക്കാളും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു മോഡ് നമ്മുടെ ക്യാമറയിലുണ്ട്. അതിൻ്റെ പേരാണ് ബൾബ് മോഡ്. ബൾബ് മോഡ് പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് ഷട്ടറിനെയാണ്. ബൾബ് മോഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷട്ടർ സ്പീഡ് ഇല്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള അത്രയും സമയം ഷട്ടർ തുറന്നു പിടിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ബൾബ് മോഡ്. ഇത് കൂടുതലായിട്ടും ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫിയിൽ, അതായത് സിൽക്കി എഫക്റ്റ് കൊണ്ടുവരാനും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗാലക്സി ഷൂട്ട് ചെയ്യാനോ, സ്റ്റാർ ട്രയൽസ് ഷൂട്ട് ചെയ്യാനോ, വെഹിക്കിൾ ട്രയൽസ്, സൺസെറ്റ്, ഇങ്ങനെ അല്ലെങ്കിൽ ലൈറ്റ് പെയിൻറ്റിങ്, ഫയർ വർക്ക്സ്, അങ്ങനെ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ബൾബ് മോഡ് ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾബ് മോഡ് ഒരു ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫിയിൽ വരുന്ന കാറ്റഗറിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്യാമറ നിർബന്ധമായിട്ടും ട്രൈപോഡിൽ ഉറപ്പിച്ച് വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയകരമായിട്ട് ബൾബ് മോഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബൾബ് മോഡിൽ നിങ്ങൾ ഓൺ ചെയ്ത് ബൾബ് മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഷട്ടർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് കൈ അവിടെ തന്നെ എടുക്കാതെ അവിടെ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോഴാണ് നിർത്തേണ്ടത്, ആ സമയത്ത് കൈ എടുക്കുക. ഇതാണ് ബൾബ് മോഡിൽ ചെയ്യുന്നത്. എങ്ങനെയാണ് ബൾബ് മോഡ് നിങ്ങളുടെ ക്യാമറയിൽ എനേബിൾ ചെയ്യുക എന്ന് നോക്കാം. ഹൈ എൻഡ് ക്യാമറകളിലാണെങ്കിൽ ബൾബ് ബി എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ മോഡ് ഡയലിൽ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇനി അതില്ലാത്ത ക്യാമറകളാണ് കൂടുതലും ഇന്നുള്ളത്. ബൾബ് മോഡ് എന്ന ഒരു മോഡ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്കത് എനേബിൾ ചെയ്യാൻ പറ്റില്ല എന്ന് കരുതരുത്. നിങ്ങളുടെ ഷട്ടർ സ്പീഡിൻ്റെ ഡയൽ ഇടത്തോട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് എത്തി നിൽക്കുന്നത് 30 സെക്കൻഡ് ആയിരിക്കും അല്ലേ. 20 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 30 ആണ്. 30 കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ലെഫ്റ്റിലോട്ട് തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മോഡാണ് ബൾബ് മോഡ്. ബൾബ് മോഡ് എടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി നിങ്ങളുടെ ഷട്ടർ സ്പീഡ് സെറ്റിംഗ് പോയി. പിന്നെ നിങ്ങൾക്ക് ഷട്ടർ സ്പീഡിൻ്റെ സ്പീഡ് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണ്? നിങ്ങളിപ്പോൾ ഒരു 1/2 അല്ലെങ്കിൽ 1 സെക്കൻഡാണ് നിങ്ങൾ ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൈയെടുക്കാം. 1 സെക്കൻഡ് ആകുമ്പോൾ ഷട്ടർ തനിയെ അടഞ്ഞോളൂ അല്ലേ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾ എപ്പോഴാണോ പ്രസ് ചെയ്യുന്നത് അപ്പോൾ ഷട്ടർ ഓണായി, എപ്പോഴാണോ കൈ എടുക്കുന്നത് പ്രസ് ചെയ്തിട്ട് അപ്പം തന്നെ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഷട്ടർ ഓഫ് ആവും. ഇവിടെ ഷട്ടർ സ്പീഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മാനുവലി തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 1 സെക്കൻഡ് വേണോ, 5 സെക്കൻഡ് വേണോ, 1 മിനിറ്റ് വേണോ, 2 മിനിറ്റ് വേണോ എന്നുള്ളത് നിങ്ങളുടെ കൈകളിലൂടെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്. പ്രസ് ചെയ്ത് എത്ര നേരം പിടിച്ചാൽ അത്രയും നേരം ഷട്ടർ ഓപ്പൺ ആയി കിടക്കും. അതിൻ്റെ മുന്നിൽ നടക്കുന്ന സംഭവങ്ങൾ അതേപോലെ അത് ഒരു ഫ്രെയിമിൽ ഇങ്ങനെ അത് ഒരു ലൈറ്റ് പെയിൻറ്റിങ് പോലെ ആയിട്ട് അവിടെ രജിസ്റ്റർ ആയിക്കൊണ്ടേയിരിക്കും. എന്തൊക്കെയാണ് ബൾബ് മോഡിൽ വരുന്ന വെല്ലുവിളികൾ എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്യാമറ ട്രൈപോഡിൽ ഉറപ്പിച്ച് വയ്ക്കണം എന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത് വരുന്ന വേറൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ എത്ര ഹെവിയായ ട്രൈപോഡിൽ നിങ്ങൾ ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിലും കൈ കൊണ്ട് ക്യാമറയിൽ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നമ്മുടെ ക്യാമറയിലേക്ക് ഒരു ഹാൻഡ് ഷേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ഒരു ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബൾബ് മോഡിൽ ഒരു ചിത്രങ്ങൾ വൃത്തികേടാക്കാനുള്ള ഒരു പ്രധാന കാരണമായി മാറും ഈ ഹാൻഡ് ഷേക്ക്. ഇപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഹാൻഡ് ഷേക്ക് ഒഴിവാക്കാൻ പറ്റുക? ബൾബ് മോഡിൽ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ റിമോട്ട് ഡിവൈസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ശരിക്കുള്ള പേര് കേബിൾ റിമോട്ട് റിലീസ് എന്നാണ്. നിങ്ങളുടെ ക്യാമറയിലെ USB പോർട്ടിൻ്റെ അടുത്തായിട്ട് റിമോട്ടിനുള്ള ഒരു ചെറിയ സ്ലോട്ട് കാണാം. ആ സ്ലോട്ടിലേക്ക് ഈ റിമോട്ടിൻ്റെ കേബിള് പ്ലഗ് ചെയ്ത് വയ്ക്കുക. ഈ റിമോട്ടിനുണ്ടാവുക ഒരു റെഡ് ബട്ടണും അതിനൊരു ലോക്കും മാത്രമാണ്. ആ റെഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഷട്ടർ ഓൺ ആവും. എന്നിട്ട് മുന്നോട്ട് സ്ലൈഡ് ചെയ്തിട്ട് അത് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും അതങ്ങനെ ഓപ്പൺ ചെയ്ത് വയ്ക്കാൻ പറ്റും. അതിനുശേഷം എപ്പോഴാണോ നിങ്ങൾക്കത് റിമൂവ് അല്ലെങ്കിൽ ഷട്ടർ ഓഫ് ചെയ്യേണ്ടത് ആ സമയത്ത് അതിലുള്ള ആ ലോക്കൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷട്ടർ അപ്പം തന്നെ റിലീസായി കിട്ടും. നിങ്ങൾ സ്വയം അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ലൈറ്റ് പെയിൻറ്റിങ്ങോ ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫിയോ ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ ബൾബ് മോഡിൽ ഇട്ടിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് പിടിക്കുക, 3 മിനിറ്റ് 4 മിനിറ്റൊക്കെ പ്രസ് ചെയ്ത് പിടിക്കുക എന്നുള്ളത് നമ്മുടെ ക്ഷമ നശിച്ചു പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ഈ കേബിൾ റിമോട്ട് റിലീസ് എന്ന് പറയുന്ന ഈ ചെറിയ ഡിവൈസ്. അധികം വിലയില്ലാത്തൊരു ഡിവൈസാണിത്. അപ്പോൾ അത് നിങ്ങളുടെ ക്യാമറയിലേക്ക് പ്ലഗ് ചെയ്യുക, എന്നിട്ട് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഫയർ വർക്ക്സ് കഴിഞ്ഞ ഉടനെ അതിൻ്റെ ലോക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് മാത്രം ഷട്ടർ അടഞ്ഞോളും. ഇതുവഴി നിങ്ങൾക്ക് ഹാൻഡ് ഷേക്ക് ഇല്ലാത്ത ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫി മനോഹരമായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബൾബ് മോഡാണ്. ബൾബ് മോഡിനകത്ത് ഉള്ള പ്രധാന വ്യത്യാസം, മറ്റ് മോഡുകളിൽ നിന്നുള്ള പ്രധാന വ്യത്യാസം ഇതിനകത്ത് ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മാനുവലിയാണ്. നമ്മൾ ആവശ്യമുള്ള സമയം അത്രയും ഇത് ഷട്ടർ റിലീസ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണ് ഇതിൻ്റെ ഷട്ടർ സ്പീഡ് തീരുമാനിക്കേണ്ടത്. അതുപോലെ ഇതിന് ഉപയോഗിക്കുന്ന ഒരു എക്സ്റ്റേണൽ ഡിവൈസാണ് കേബിൾ റിമോട്ട് റിലീസ്.